നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ശല്യം പതിവാകുന്നു. ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപം ചൊവ്വാഴ്ച രാത്രിയിലും കാട്ടാനയെത്തി. ആമ്പല്ലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് റോഡിൽ ഇടമില്ലാതാക്കുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നതായി പരാതി. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് ട്രഷറി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അളഗപ്പനഗർ പഞ്ചായത്തിലെ വാർഡ് 13 പൂക്കോട് സംഘമിത്ര റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപം ചൊവ്വാഴ്ച രാത്രിയിലും കാട്ടാനയെത്തി. രാത്രി 7 മണിയോടെ പാഡികൾക്ക് സമീപമെത്തിയ കാട്ടാന പുലർച്ചെ വരെ പാഡികളുടെ പരിസരത്ത് വിഹരിച്ചു. ആനയെ ഭയന്ന് പാഡികളിൽ നിന്ന് പുറത്തിറങ്ങാതെയാണ് തൊഴിലാളി കുടുംബങ്ങൾ രാത്രി കഴിച്ചുകൂട്ടിയത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഒരേ ആന തന്നെയാണ് ദിവസവും രാത്രിയിൽ പാഡികൾക്ക് സമീപം എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് റോഡിൽ ഇടമില്ലാതാക്കുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നു. മറ്റു യാത്രക്കാരെ പരിഗണിക്കാതെയാണ് വാഹനങ്ങൾ പലപ്പോഴും അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത്. ആമ്പല്ലൂർ ജംഗ്ഷനിലെ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് മറ്റു വാഹനം ഓടിക്കുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇത് റോഡിൻ്റെ ഗതാഗത ശേഷി കുറയ്ക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും പൊതുഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ആമ്പല്ലൂർ ജംഗ്ഷനിൽ. സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം. ഇതിനിടയിലാണ് തൃശൂർ ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്നിടത്ത് സർവീസ് റോഡിൽ വിശ്രമത്തിനായി സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടുന്നത്. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പലതവണ പോലീസ് ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയെങ്കിലും ഇതവഗണിച്ച് ഇപ്പോഴും ബസ്സുകൾ നിർത്തിയിടുന്നത് തുടരുകയാണ്. ആമ്പല്ലൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട മുപ്പിളിയം ഭാഗങ്ങളിലേക്ക് യാത്രക്കാരെ കാത്തുകിടക്കുന്ന ബസ്സുകളാണ് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിർത്തിയിടുന്നത്. ഈ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ ഇവിടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കിയിരിക്കുകയാണ്. പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണമായി ബസ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അനധികൃത പാർക്കിംഗ് പൊതുഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതും കാണാതിരിക്കാനാവില്ല. ജംഗ്ഷനിൽ നിന്ന് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് തിരിയുന്ന ഈ ഭാഗത്ത് സ്വകാര്യ ബസ്സുകൾ വിശ്രമത്തിനായി നിർത്തിയിടുന്നത് പലപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും വല്ലപ്പോഴുമൊക്കെ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് ട്രഷറി ഓഫീസിന്റെ മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി MS വാസുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് വറീദ്, വർഗീസ് തെക്കേത്തല, വനിതാ പ്രതിനിധി മല്ലിക കല്ലൂർ, നിയോജക മണ്ഡലം ട്രഷറർ മോഹൻലാൽ എന്നിവർ പ്രസംഗിച്ചു. അതിശക്തമായ പോരാട്ടത്തിന്റെ പടയോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിലെ മുഴുവൻ ട്രഷറികളിലെങ്കിലും ഇതുപോലെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം. 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ട ജീവനക്കാരും അതിനോടൊപ്പം തന്നെ പെൻഷൻകാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന എല്ലാ
ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ്. പെൻഷൻ പറ്റി 2016 മുതൽ ഈ 2000 ഈ പ്രതിഷേധ സമരം സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കണമെന്നും ജീവനക്കാരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുമെന്നുള്ള ഒരു പ്രത്യാശ. വരന്തരപ്പിള്ളിയിൽ പ്രവർത്തിക്കുന്ന രചന ബാറിന്റെ പുറകുവശത്ത് പുതിയ കവാടം സ്ഥാപിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. ബാറിന്റെ പുറകിൽ താമസിക്കുന്ന വീട്ടുകാർക്കും ജനങ്ങൾക്കും ശല്യമാകുന്ന രീതിയിൽ പുറകുവശത്ത് ഒരു പുതിയ ഗേറ്റ് സ്ഥാപിച്ചതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. അല്പം മാറിയാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ബാറിന് ലൈസൻസ് അനുവദിക്കുന്നതിന് നൽകിയ ലൊക്കേഷൻ മാപ്പിലും പുറകുവശത്തെ കവാടം ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ ആമ്പലൂർ ചിമ്മിനി റോഡിലേക്കാണ് മെയിൻ കവാടം. പുതിയ കവാടം ഉടൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറെ നേരിൽ കണ്ട് പരാതിയും നൽകി. അടച്ചുപൂട്ടാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി CC സാജൻ, ജില്ലാ സെക്രട്ടറി ദേവൻ തറയിൽ, മുൻ പഞ്ചായത്ത് അംഗം ദേവി അക്കര, AA ജോർജ്, ജോഷി പഴുങ്കാരൻ എന്നിവർ കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചു. വസ്ത്ര ഫാഷൻ രംഗത്ത് പുത്തൻ തരംഗമാകാൻ ബ്ലൂ മൂൺ ജെൻസ് വെയർ തലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തലൂർ ഐശ്വര്യ കോംപ്ലക്സിലാണ് ബ്ലൂ മൂൺ ജെൻസ് വെയർ ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ ബ്രിൽവിൻ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് ബ്ലൂ മൂൺ ജെൻസ് വെയർ എന്ന പേരിൽ തലൂർ സെന്ററിലെ ഒരു പുതിയ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഷാജിയേട്ടൻ, അവർക്ക് ഒരു ഓൾറെഡി ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം എന്ന രീതിയിൽ അവർ പുതിയ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും തലൂർ ഭാഗത്തുള്ള എല്ലാവർക്കും വസ്ത്രങ്ങളുടെ ഒരു പുതിയ ശേഖരം അവർ പരിചയപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വളരെ പ്രത്യേകമായിട്ട് ഷാജിയേട്ടന് എല്ലാ ആശംസകളും, കുടുംബത്തിനും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഷർട്ട്സ്, പാൻസ്, ജീൻസ്, ടീഷർട്ട്, ഇന്നേഴ്സ് തുടങ്ങി ജെൻസിന് വേണ്ട എല്ലാവിധ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും വിപുലമായ കളക്ഷനാണ് ബ്ലൂ മൂൺ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മെയിൻ ബ്രാഞ്ച് കുരിയച്ചിറ പാരഡൈസ് ആണ്. അത് കുരിയച്ചിറ പള്ളിയുടെ ബിൽഡിങ്ങിലാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന കടയുടെ പേര് ബ്ലൂ മൂൺ ജെൻസ് വെയർ എന്നാണ്. അപ്പോൾ ബ്ലൂ മൂൺ ജെൻസ് വെയറിൽ നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ ഡ്രസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത കടയിൽ ബ്ലൂ മൂൺ ജെൻസ് വെയറിൽ സാധാരണ ഡിസ്കൗണ്ട് വിട്ടിട്ട് 10% കൂടി ഞങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രായഭേദമന്യേ എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രം ഞങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നതാണ്. പിന്നെ എല്ലാവരും വരിക, സഹകരിക്കുക. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച നോർമൽ ഡിസ്കൗണ്ടിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പം 10% എക്സ്ട്രാ ഓഫർ. എല്ലാ വസ്ത്രങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ട്രെൻഡിംഗ് ഫാഷൻസ് അറിയാൻ സന്ദർശിക്കുക ബ്ലൂ മൂൺ ജെൻസ് വെയർ, ഐശ്വര്യ കോംപ്ലക്സ്, തലൂർ. ഫോൺ നമ്പർ 9746347700. കുരിയച്ചിറ പാരഡൈസ് ജെൻസ് വെയർ ഷോപ്പിന്റെ സഹോദര സ്ഥാപനം. ശരീര സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ ടീം പവർ ഹൗസ് ബ്രാഞ്ച് 2 ഫിറ്റ്നസ് സെന്റർ ആൻഡ് ജിം 3 മുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 3 മുറി പള്ളിക്ക് സമീപം ചാത്തേലി ബിൽഡിംഗിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം MS സുമേഷ് അധ്യക്ഷത വഹിച്ചു. മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബെന്നി ചാക്കപ്പൻ സന്നിഹിതനായിരുന്നു. പേഴ്സണൽ ട്രെയിനിങ്, ഫിറ്റ്നസ് ട്രെയിനിങ്, ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ആൻഡ് ലോസ് ഗെയിൻ, ഡയറ്റ്, ന്യൂട്രീഷൻ, കാർഡിയോ, യോഗ, റീഹാബിലിറ്റേഷൻ, ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ ടീം പവർ ഹൗസിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറായി 2 ദിവസം അഡ്മിഷൻ ഫീ 50% ഓഫ്. 10 +1 +2 വിദ്യാർത്ഥികൾക്കും കപ്പിൾസിനും 10% ഓഫർ. ആദ്യ 2 ദിവസത്തെ അഡ്മിഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോട്ടീൻ പൗഡർ സമ്മാനം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ജിമ്മിൽ
പരിചയസമ്പന്നരായ പരിശീലകരാണ് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ 6ഓളം ഫിറ്റ്നസ് ക്ലബ്ബുകളുണ്ട്. പക്ഷെ നമുക്കത് കോടാലി അല്ലെങ്കിൽ അങ്ങ് ദൂരത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 മുറിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ എല്ലാവർക്കും എത്താനായിട്ട് എളുപ്പമാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കൃഷ്ണദാസ് രണ്ടാമത്തെ ഒരു പ്രോജക്റ്റാണ് 3 മുറി നടക്കുന്നത്. മുപ്പിളിയത്ത് അവർ വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യുവത്വത്തിൻ്റെ ഏറ്റവും ആവശ്യമാണ് ഹെൽത്ത്. അതിലാണ് ആകാശവും അഗ്രജുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുപ്പക്കാരെ കൂടുതൽ ആരോഗ്യവാന്മാരാക്കുക, ചെറുപ്പക്കാരെ മാത്രമല്ല മുഴുവൻ ലോക ജനത്തിനെ ആരോഗ്യപര മേഖലയിൽ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ജീവിതശൈലി രോഗങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം ജിമ്മുകളെ സാധാരണക്കാർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ചെറുപ്പക്കാർ മത്സരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിനെയും ഈ സംരംഭത്തിനെയും നോക്കിക്കാണുന്നത്. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അശ്വിനി, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറായ സുമേഷ് ഏട്ടൻ, അതുപോലെ സ്വാഗതം ചെയ്ത് സംസാരിച്ച് പിന്നെയാണ് അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനായി ജോയിൻ ചെയ്യൂ. ടീം പവർ ഹൗസ് ബ്രാഞ്ച് 2 ഫിറ്റ്നസ് സെന്റർ ആൻഡ് ജിം, ചാത്തേലി ബിൽഡിംഗ്, 3 മുറി. ഫോൺ 9539896151 7510897652 9605295195. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടീം പവർ ഹൗസ് ഫിറ്റ്നസ് സെന്റർ, മുപ്ലിയം. ആലത്തൂർ ALP സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായി UKG കോൺവൊക്കേഷൻ നടത്തി. പറപ്പൂക്കര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS സുനിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ ഓത്ത് പ്രധാനാധ്യാപിക PM ജിൻസ ചൊല്ലിക്കൊടുത്തു. MPTA പ്രസിഡന്റ് സുമി ബൈജു, അധ്യാപികമാരായ TM ഷീബ, TR കൃഷ്ണപ്രിയ, CG അനൂപ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. അളഗപ്പനഗർ പഞ്ചായത്തിലെ വാർഡ് 13 പൂക്കോട് സംഘമിത്ര റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. CK ആനന്ദകുമാർ, രാജി രാജൻ, ജോണി പുതുപ്പള്ളി, രാധിക രാജൻ എന്നിവർ പ്രസംഗിച്ചു. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീ പിടിച്ചത്. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുമ്പും ഈ കമ്പനിയിൽ തീ പിടിച്ചിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:15 തീപിടുത്തം ഉണ്ടായത്. കോടാലി മാങ്കുറ്റിപ്പാടം പുര ആർട്ട് കസേയിൽ 3 ദിവസം നീളുന്ന വരമുറ്റം ചിത്രകലാ ക്യാമ്പിന് തുടക്കമായി. ശില്പികളും ചിത്രകാരന്മാരുമായ സജി നാരായണൻ, ബിജു ശങ്കർ എന്നിവർ ചേർന്ന് ചിത്രം വരച്ചുകൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ പ്രിയ ഷിബു അധ്യക്ഷത വഹിച്ചു. PS സുരേന്ദ്രൻ, രഞ്ജിത്ത് മാധവൻ, VK കാസിം, ദേവാംഗന, ക്യാമ്പ് കോർഡിനേറ്റർ നിശാന്ത് എന്നിവർ പ്രസംഗിച്ചു. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഫുട്ബോൾ കോച്ച് ആനന്ദ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ തലോർ ദീപ്തി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മില്ലേനിയം യൂത്ത് ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ ജോസ് തട്ടിൽ, സജിത്ത് ജോർജ് തട്ടിൽ എന്നിവർ ഫുട്ബോൾ കിറ്റ് കൈമാറി. മെയ് 31 ക്യാമ്പ് സമാപിക്കും. മേരി മാത എഗ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം പുതുക്കാട് NH റോഡിൽ വ്യാഴാഴ്ച രാവിലെ 9:30 പ്രവർത്തനം ആരംഭിക്കുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് വെഞ്ചിരിപ്പ് കർമ്മവും തുടർന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പുതുക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് NR ജോഷി ആദ്യ വിൽപ്പന നിർവഹിക്കും. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് കോടാലി ഗ്രാമീണ വായനശാലയിൽ വെച്ച്
ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കും. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ജെൻഡർ RP ശാലിനി ജോയ് അധ്യക്ഷത വഹിക്കും. മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരത്തോടനുബന്ധിച്ച് മകയിരം പുറപ്പാട് വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 7:30 കൊടിയേറ്റം, തുടർന്ന് നവകം, ശ്രീഭൂതബലി, ഒരു കുടം നെയ്യ് സമർപ്പണം, രാത്രി 9 മകയിരം പുറപ്പാട്, മേളം എന്നിവ ഉണ്ടായിരിക്കും. ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ ഓട്ടിസം ദിനാചരണവും ഓട്ടിസം പാർക്കിലെ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റവും ഏപ്രിൽ 3 വ്യാഴാഴ്ച രാവിലെ 10 നടക്കും. പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടും പുനഃപ്രതിഷ്ഠയോടുമനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി. ബുധനാഴ്ച രാവിലെ കലശത്തിങ്കൽ ഉഷപൂജ, മുളപൂജ, പ്രസാദ പ്രതിഷ്ഠ, തുടർന്ന് പ്രതിഷ്ഠാ ചടങ്ങും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, മേൽശാന്തി പെരുന്തടിമന നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 5 ചടങ്ങുകൾ സമാപിക്കും. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 10 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചു. യുവതിയോട് പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കാരുമാത്ര സ്വദേശിയായ ഏറാട്ടുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സഹീറിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. 2018 ആഗസ്റ്റ് മാസം മുതൽ 2019 മാർച്ച് മാസം വരെയുള്ള വിവിധ കാലയളവിൽ മുഹമ്മദ് സക്കീർ യുവതിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി വിവിജ സേതുമോഹൻ ആണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ഇരിങ്ങാലക്കുട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ASI R രജനി ഏകോപിപ്പിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പറപ്പൂക്കര നെല്ലായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OPയിൽ ഡോക്ടറുടെ നിയമനം നടത്തുന്നു. അപേക്ഷകർ MBBS TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 7 4 മണിക്ക് മുൻപായി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം പറപ്പൂക്കര, പന്തല്ലൂർ, നെല്ലായി PO, തൃശൂർ എന്ന വിലാസത്തിൽ അയയ്ക്കുകയോ നേരിട്ട് ഓഫീസിൽ എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കുന്നു. ആശുപത്രി വികസന സമിതി മുഖാന്തിരമാണ് നിയമനം. സൈനിക, അർദ്ധസൈനിക, പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് ഏപ്രിൽ 3 നടക്കുന്ന വാക്ക്-ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം രാവിലെ 11 ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 22 00319. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. തലൂർ കൊല്ലേരി പങ്കജാക്ഷി അമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ പരമേശ്വരൻ നായരാണ് ഭർത്താവ്. KP ജയദാസ്, ജയശ്രീ എന്നിവർ മക്കളും സുജാത, മുരളി ചറാട്ട് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചിറയത്ത് മാണിയാക്കു പോൾ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെൻറ് ആന്റണീസ് പള്ളിയിൽ. തോലത്ത് ബേബിയാണ് ഭാര്യ. ജോബി, ജോഫി, ജിഷ, ഹണി എന്നിവർ മക്കളും മിനി, തോമസ്, ഷിബു, സോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ശല്യം പതിവാകുന്നു. ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപം ചൊവ്വാഴ്ച രാത്രിയിലും കാട്ടാനയെത്തി. ആമ്പല്ലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് റോഡിൽ ഇടമില്ലാതാക്കുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നതായി പരാതി. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം.
പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് ട്രഷറി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വാർഡ് 13 പൂക്കോട് സംഘമിത്ര റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.